ഡയറ്റ് എടുക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടതും വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണത്. ഷുഗറിനെ കുറിച്ച് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളും അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന്. ഈ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടേ. പഞ്ചസാര ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നതെങ്കിൽ ഏകദേശം 20 അടുപ്പിച്ചാണ് നമ്മുടെ ഷുഗർ ഹൈപ്പ് ഉണ്ടാവുന്നത്. നോക്കിയേ, ഇത്രമാത്രം വ്യത്യാസമുണ്ട് പഞ്ചസാര ആഡ് ചെയ്യാൻ. ഒരിക്കലും നമ്മൾ ഷുഗറേ കൺസ്യൂം ചെയ്യുന്നില്ല എന്നൊരു പോയിന്റിലോട്ട് പോകരുത്. നമ്മളിൽ പല ആൾക്കാരും ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ടാണ് പല ഭക്ഷണം ഷുഗറൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഗ്ലൈക്കമിക് ഇൻഡെക്സ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കൂടുക, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണ് ഗ്ലൈക്കമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മൾ വൈറ്റ് റൈസ് കഴിക്കുന്ന സമയത്ത് ഇത്ര കൂടി, ബ്രൗൺ റൈസ് കഴിക്കുന്ന സമയത്ത് ഇത്ര കൂടി, ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ഇത്ര കൂടി. ബേസിക്കലി ഇതൊരു റാങ്കിങ് സിസ്റ്റം. 1987 മിസ്റ്റർ ജോവാൻകിങ്, പേര് ഓർമ്മയില്ല, ജോവാൻകിങ് എന്ന് പറയുന്ന പേഴ്സണാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു റാങ്കിങ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കാം. ഇതൊരു 10 കൊല്ലം കഴിഞ്ഞിട്ടും ഉള്ള ഷുഗർ പേഷ്യൻസ് കുറയുന്നില്ല, പുതിയ ഷുഗർ പേഷ്യൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത് എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അങ്ങനെ അവർ റിസർച്ച് ചെയ്ത് കണ്ടെത്തി അവിടെ ഒരു ബിഗ് ഇഫ് ഉണ്ട്. ആ ബിഗ് ഇഫ് എന്ന് പറയുന്നത് നിങ്ങളൊരു 100 ഗ്രാം വൈറ്റ് റൈസ്, ഒരു 100 ഗ്രാം ബ്രൗൺ റൈസും കഴിക്കുകയാണെങ്കിൽ ഓക്കെ, അതിലുള്ള ക്വാണ്ടിറ്റി ഓക്കെ ആണെങ്കിൽ ശരിയാണ്. പക്ഷേ നിങ്ങൾ 100 ഗ്രാം വൈറ്റ് റൈസും 200 ഗ്രാം ബ്രൗൺ റൈസും കഴിക്കുമ്പോൾ അതിലുള്ള വ്യത്യാസം ഒരുപാടുണ്ട്. നിങ്ങൾ ലോഡ് ചെയ്യുന്നുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ അവർ 1997 പുതിയ ഇക്വേഷൻ കണ്ടെത്തി. ഗ്ലൈക്കമിക് ഇൻഡെക്സ് ഇൻറ്റു ലോഡ്, അത് എത്ര ഗ്രാം കാർബ്സ് ആണോ എടുക്കുന്നത്, ആ കാർബ്സ് ഡിവൈഡഡ് ബൈ 100. ഇപ്പോൾ നമ്മൾ ഷുഗർ ഒഴിവാക്കുന്നതാണ്. ഷുഗറിൻ്റെ കേസ് തന്നെ എടുക്കാം. ഷുഗറിൻ്റെ ഗ്ലൈക്കമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 65. ഒരു ടീസ്പൂണിൽ എത്ര ഗ്രാം ഷുഗർ കാർബ്സ് ഉണ്ടാകും? 5 ഗ്രാം ഡിവൈഡഡ് ബൈ 100, ഇറ്റ്സ് 3 എന്ന് പറയാം. അപ്പോൾ ഇത് ഈ വാല്യൂവിനനുസരിച്ച് അവർ ഹൈ, മീഡിയം, ലോ എന്ന് വരാൻ തുടങ്ങി. ബിലോ 10 ആണെങ്കിൽ ഇറ്റ്സ് ലോ ആണ്. 11 to 19 ആണെങ്കിൽ മോഡറേറ്റ്. എബോവ് 20 ആണെങ്കിൽ, 20 ആൻഡ് എബോവ് ആണെങ്കിൽ അത് ഹൈ റേഞ്ച് ലോഡാണ്. നമ്മളൊരു ദിവസം ഒരു ചായയിൽ എത്ര ടീസ്പൂൺ ഷുഗർ ഇടും? 3 ടീസ്പൂൺ. 3 into 65 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്ര വരുന്നത്? 9.5 എന്തോ വരുന്നു. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ലോ ആണ്. നമുക്കൊരു ദിവസം ഒരു ഗ്ലാസ്സൊക്കെ പഞ്ചസാര ഇട്ട് നമുക്ക് ചായ കുടിക്കാം, അത് പ്രശ്നമില്ല. പക്ഷെ അത് 2 ഗ്ലാസ് ആകുന്ന സമയത്ത് 20 ആയി, അത് ലോഡ് കൂടി ഹെവി ആയി. അതേപോലെ തന്നെ ബ്രൗൺ റൈസും വൈറ്റ് റൈസിൻ്റെ കേസ് എടുക്കാം. ഈ ബ്രൗൺ റൈസിൽ ഗ്ലൈക്കമിക് ഇൻഡെക്സ് എത്രയാണ്? 68 ആണ് 100 ഗ്രാം ബ്രൗൺ റൈസിൽ. അതേപോലെ നെറ്റ് കാർബ്സ് എന്ന് പറയുന്നത് 24 ആണ്. അപ്പം 68 into 24 ഡിവൈഡ് ബൈ 100 16.32, 16.32. അതായത് ഇതൊരു മീഡിയം റേഞ്ചിൽ നമുക്ക് ഭക്ഷണം എടുക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ വൈറ്റ് റൈസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 100 ഗ്രാമിൽ 73 ആണ് ഗ്ലൈക്കമിക് ഇൻഡെക്സ്. അതിൻ്റെ നെറ്റ് കാർബ്സ് എന്ന് പറയുന്നത് 28 ആണ്. ഡിവൈഡ് ബൈ 100 20 ഗ്രാം വരുന്നുണ്ട്. അതായത് 20 ഗ്രാം എന്ന് പറഞ്ഞാൽ ലോഡ് ഹൈ ആണ്. അപ്പം അത് വിചാരിച്ചിട്ട് നമ്മൾ ബ്രൗൺ റൈസ്, ഓക്കെ ബ്രൗൺ റൈസിൽ ഇത്രയേ ഉള്ളൂ, നമുക്കൊരു 150 ഗ്രാം ബ്രൗൺ റൈസ് എടുക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 25 ആയി, അതിൻ്റെ ലോഡ് മാറി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് സൂപ്പർ ഫാസ്റ്റിൽ പോയാലും, കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് നിങ്ങൾ ഓർഡിനറി ബസ് പോയാലും എത്തുന്ന സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എത്തുന്ന ഒരു ഡെസ്റ്റിനേഷനില്ലേ, അത് സെയിം ആണ്. അവിടെയാണ് ഈ ലോഡും ഗ്ലൈക്കമിക് ഇൻഡെക്സും തമ്മിലുള്ള വ്യത്യാസം. അവസാനം നിങ്ങൾ ഫാറ്റ് ആവുന്നതും നിങ്ങളുടെ ബോഡി ഹാംഫുൾ ആവുന്നതും ഈ ലോഡ് കൂടുന്നതനുസരിച്ചിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ബനാനൻ്റെ കേസ് എടുത്തോ. ഒരു ബനാന എന്ന് പറയുന്നത് അതിൽ ഗ്ലൈക്കമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 62 ആണ്. അതിൻ്റെ നെറ്റ് കാർബ്സ് എന്ന് പറയുന്നത് 25 ആണ്. അപ്പം ഒരു ബനാന എടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ലോഡ് വരുന്നത്, ഗ്ലൈക്കമിക്സ് ലോഡ് വരുന്നത് 13 ആണ്. ഒരു ബനാനയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കുഴപ്പമില്ല, അത് മോഡറേറ്റ് ആണ്. അങ്ങനെ 2 ബനാന എടുക്കുന്ന സമയത്ത് എത്രയായി? അത് 26 ആയി. അപ്പോൾ ഒരു മാംഗോ, നമ്മൾ ഒരു ചെറിയ മാംഗോ എന്ന് പറയുന്നത് മിനിമം ഒരു 200 ഗ്രാം ഉണ്ടാവും. മാംഗോൻ്റെ ഗ്ലൈക്കമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 51 അതിൻ്റെ നെറ്റ് കാർബ്സ് എന്ന് പറയുന്നത് 25 ആണ്. ടോട്ടൽ റേഞ്ച് എത്ര വന്ന് 12 ആണ്, 12.5 എന്തോ സംതിങ്. പക്ഷേ നിങ്ങളത് 2 മാംഗോ, നമ്മൾ മാംഗോ ജ്യൂസായിട്ടാണല്ലോ അധികം ആൾക്കാർ കുടിക്കുക. മാംഗോ ജ്യൂസ് അടിക്കുമ്പോഴേക്ക് അത് 32 35 ഹൈ ആയി, ഒരു 3 മാംഗോ ഒക്കെ അടിക്കുമ്പോഴേക്കും. ഇനി നിങ്ങൾ തന്നെ ഇതേപോലെ നിങ്ങളൊന്ന് നോക്കി നോക്ക്. സാധാരണ എല്ലാവരും കഴിക്കുന്നില്ല ഓറഞ്ച്. നമ്മൾ മിനിമം ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കും. ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്ന സമയത്ത് 4 ഓറഞ്ചെങ്കിലും നിങ്ങൾ മിനിമം ഇടും. ഒരു ഓറഞ്ചിൻ്റെ ഗ്ലൈക്കമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 40 ആണ്. അതിൻ്റെ നെറ്റ് കാർബ്സ് എന്ന് പറയുന്നത് 60 ആണ്. നിങ്ങൾ കണ്ടെത്തിയിട്ട് ഇതിന് താഴത്ത് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് ചെയ്താൽ എല്ലാ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഫുഡ് എടുക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത്.